friends, welcome back to the yet another episode of Sherry's World of Taste and Talent. ഇന്ന് കുറേ ആളുകളുണ്ട്. ഇതാ ഞങ്ങൾ കുറേ ആളുകളുണ്ട്. 2-3-4 ഐഷ. This is ഐഷു. ഇത് എൻ്റെ ചെറിയ അനിയത്തിയാണ്. പിന്നെ എൻ്റെ എളാമുണ്ട്. ഒരു കമ്മിയർ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി തരാം. ഇതാ മേമ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇത്രയും ആളുകൾ പുറത്തുനിന്ന് ഒരു ഔട്ടിങ്ങിന് വന്നിക്കാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ്സിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണിക്കുന്നത്. അനിയത്തിയുണ്ട്, മേമുണ്ട്, ഇനി കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഉമ്മുൽക്കോയിലുള്ള മാംഗ്രൂവ് ബീച്ചിലാണ് അല്ലേ, മാംഗ്രൂവ് ബീച്ച്. അപ്പോൾ അതാ ഈ ബാക്കിൽ കാണുന്നതാണ് മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ നിറച്ച് കണ്ടൽക്കാടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ബ്ലൂ വാട്ടേഴ്സ്, നല്ല ഗ്രീനറീസ്, പിന്നെ കുറേ ഫിഷിങ് ചെയ്യാം, അവിടെ ബാർബിക്യൂ ചെയ്യാം. അപ്പോൾ അത് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നിറയെ കാരവൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാംഗ്രൂവ്സ് ബീച്ചിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ കയറാൻ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷിങ്ങും ഗ്രില്ലിങ്ങും പിന്നെ ക്യാമ്പിങ്ങും എല്ലാ കാര്യങ്ങളും കണ്ടോ, കുറേ കാരവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതിൽ കാണാം കേട്ടോ. നമ്മളിപ്പോൾ മാംഗ്രൂവ് ബീച്ചിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എൻട്രൻസിൽ വരുമ്പോൾ തന്നെ നമുക്ക് മാംഗ്രൂവ് ബീച്ച് എന്നുള്ള ബോർഡ് കാണാം. ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്, നല്ല ഭംഗിയാണ്, നല്ല ബ്ലൂ വാട്ടേഴ്സും നല്ല ഗ്രീനറീസും. നിങ്ങൾക്ക് വെക്കേഷനിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. അപ്പോൾ കിഡ്സൊക്കെ ആയിട്ട് വരാം, ഫാമിലീസൊക്കെ ആയിട്ട് കൂടി വന്നിട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം. തെളിഞ്ഞ വെള്ളമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്. അടിയിൽ നിറയെ മീനുകളൊക്കെ കാണാം നമുക്ക്. പിന്നെ കണ്ടൽക്കാടുകളാണ്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. കണ്ടോ, നമ്മൾ കണ്ടൽക്കാടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിറച്ച് വേരുകളുണ്ട്, ഇതിൻ്റെ അടിയിൽ വേരുകളുണ്ട്. അപ്പോൾ കുനുകുനോന്ന് പറഞ്ഞ് വേരുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാലുമ്മ കുത്താതെ നോക്കണം. കണ്ടോ, അതായത് ഈ മാംഗ്രൂവ് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എത്ര നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ ആഴം കുറവാണ് അല്ലേ, ആഴം അറിയണില്ല, നമ്മൾ മുങ്ങുന്നില്ല, അത്രയും ഒരേ ലെവലിൽ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇല്ല മുങ്ങുന്നില്ലല്ലോ, നമ്മൾ മുട്ടിൻ്റെ അതുവരെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇത്രയും അവിടുന്ന് കരയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നിട്ടും നമ്മൾ നമ്മുടെ മുട്ടിൻ്റെ അതുവരെ എത്തിയിട്ടുള്ളൂ. സംഭവം അടിപൊളിയാണല്ലേ. പക്ഷെ കാല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അല്ലേ, ചെറുതായിട്ടൊരു ചതുപ്പുണ്ട് കേട്ടോ. അയാളെ കളറൊന്നും മാറിയിക്കണ്, ഇതാണ് ഇതിന്റെ വല. കിട്ടിയ മീനാണ്, ചാടുന്നുണ്ട്. നല്ല മീൻ കിട്ടിക്കണു കേട്ടാ. ഇതിപ്പോ നന്നാക്കിട്ട് പൊരിക്കണമെങ്കിൽ നല്ല പണിയാണല്ലേ, ചെറുത് ഉണക്കിയൊക്കെ. അപ്പൊ ഞങ്ങൾ ഇനി മീൻ പിടിക്കാൻ പോവാണ്. കമോൺ റാസ്. ഈ ഭയങ്കര മീൻ പിടുത്തക്കാരനായല്ലോ. കേട്ടോ മീൻ പിടിച്ചിട്ട്. അല്ല മീൻ മൊത്തം ചാടുന്നിട്ടാ. എടാ നിറച്ച് മീനുണ്ടോ ഈ കുട്ടികള്. മീനൊന്നും നല്ല എടാ ചാട്, വലിയ പാത്രല്ലേ. This is
is Ami. And this is Shafir. ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏരിയയാണ്. ഇതാണ് മിസ്റ്റർ എന്താ പറയാ മുഹമ്മദ് ആബിദ് ഒറവൻകൊണ്ടി. ഓക്കെ, അപ്പൊ മൂപ്പരാണ് ഇവിടെ ഈ ടർക്കി പിടിച്ചിട്ടിട്ട് എങ്ങനെ മീൻ പിടിക്കാന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്ന മൂപ്പരാണ്. അപ്പൊ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് മൂപ്പര് ചെറിയൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ആ കുളത്തിൽ കൊണ്ടിട്ട് മീനൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാംഗ്രൂവ് ബീച്ച് ഫോറസ്റ്റ് നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി. ഒരു കുഞ്ഞൊരു മിനി ടോയ് പോലെ തോന്നി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉള്ളിലത്തെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്യാമ്പിങ്ങിന് വന്നതാണ് ഈ വണ്ടി കൊണ്ട്. അപ്പോൾ ഉള്ളിൽ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു ബെഡ് കാണുന്നുണ്ട്, കിടക്കാനുള്ളൊരു ബെഡ് കാണുന്നുണ്ട്. പിന്നെ സൈഡിൽ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കബോർഡ്സ് ഇങ്ങനെ അവിടെ ഉണ്ട്. ഒരു നല്ല ഭംഗിയുള്ളൊരു വണ്ടി. സൈഡിലൊരു കബോർഡാണ് ഇപ്പോൾ കാണുന്നത്. ഒരു നമുക്കൊരു ക്യാമ്പിനൊക്കെ പോകുമ്പോൾ പറ്റിയ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത ഒരു കസ്റ്റമൈസ്ഡ് വെഹിക്കിളാണിത്. ചെറിയൊരു കബോർഡാണിത്. ഇത് അവർക്ക് കിടക്കാനുള്ള ബെഡ്, ഇത് വാഷ് ബേസിന്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഒരു മിനി ടോയ് പോലെ. അതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ശരിക്കും ഒരു മിനി ടോയ് പോലെ അല്ലേ? അപ്പോൾ സംഗതി ഉള്ളുകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. അതിന് ഇത് ഇവിടെ നമ്മൾ കണ്ടൊരു എന്ത് സംഭവം? ഇത് ബോട്ടോ, സ്പെഷ്യൽ ബോട്ടാണ്, കസ്റ്റമൈസ്ഡ് ബോട്ടാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ വേറെ എവിടെ ഇങ്ങനത്തെ ഒരു ബോട്ട് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് കാണുന്നത്. അപ്പോൾ ഇതിവിടെ അറബ്സ് വന്നിട്ട് ഇതുകൊണ്ട് അവർ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ഈ ബോട്ടിൽ. ഇതൊരു കസ്റ്റമൈസ്ഡ് ബോട്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ വേറെ എവിടെ ഇങ്ങനത്തെ ഒരു ബോട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെയാണ്. നാഷണൽ ഡേയുടെ അന്നാണ്. അപ്പോൾ കുട്ടികൾ അവിടെ കുറേ കുട്ടികൾ ഇതേപോലെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളും അവർക്ക് അറിയുന്ന പോലെ ഡാൻസ് കളിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന എമിറാത്തി ഫാമിലീസ് നമുക്ക് നാഷണൽ ഡേ സ്വീറ്റ്സ് തരുകയാണ്. അവർ നാഷണൽ ഡേയ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ അവരുടെ ഒരു ഗിഫ്റ്റാണിത്. ഇവിടെ നിറയെ പട്ടം പറക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. അവിടെ നിറച്ച് വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് പോയ സ്ഥലം ക്യാമ്പിങ്ങിൻ്റെ ഏരിയയാണ്. ഇവിടെ ഓപ്പൺ ബീച്ച് പോലെ ഇവിടെ ഉള്ളത്. ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് ഇവിടെ കുട്ടികൾ.
അപ്പോൾ ഞങ്ങൾ ഇരുട്ടായിട്ട് രാത്രിയും കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതേപോലെ കുട്ടികൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചൂണ്ടിട്ടിട്ട് മീനൊക്കെ പിടിച്ച് അങ്ങനെ കുറേ ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അതാ ഞങ്ങൾക്ക് ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ ചൂണ്ടിട്ടിട്ട് നമുക്ക് കിട്ടിയ മീനാണ്. സൂപ്പർ മീൻ. അതായത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉമ്മുൽക്കോനിലുള്ള മാംഗ്രോവ്സ് ബീച്ചിൽ വരെ സൂപ്പർ പ്ലേസ് ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എൻ്റെ അനിയത്തിക്കുട്ടി പറയുന്നതായിരിക്കും. അടിപൊളി സ്ഥലമാണ്, ഭയങ്കര കാമൻ ക്വൈറ്റ് ആണ്, ക്ലീൻ ആണ്, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നാഷണൽ ഡേ ശരിക്കും എൻജോയ് ചെയ്തു. രാവിലെ ഇറങ്ങി ഇപ്പോൾ എത്രയും നേരമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അധികം ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾ ഭയങ്കര വൈബിൽ നിൽക്കുകയാണ്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരിക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഈ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അത്രയും നല്ല രീതിയിൽ ഇതിനെ ഓരോന്നും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരാൻ തോന്നും. സോ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ എല്ലാവരും എന്താ എഗെയിൻ ഞങ്ങൾ പറഞ്ഞ പോലെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തരിക. ഞങ്ങൾ ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങളിലൂടെ പോയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.